ഈ വീടിൻ്റെ മുന്നിൽ ഉള്ള ഈ മാവ് വളരെ പണ്ട് മുതലേ ഉള്ളതായിരുന്നു. വീട് വെച്ചപ്പോഴാണെങ്കിലും ഹസ്ബൻഡിന് അത് വെട്ടിക്കളയുന്നതിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. വെള്ളിയവധി ആകുമ്പോഴത്തേക്ക് നിറച്ച് മൂവണ്ടമാങ്ങ ഉണ്ടാകാറുണ്ട്. ഞാൻ മാമ്പഴ പുളിശ്ശേരിയും മാമ്പഴം വെച്ചിട്ട് ശർക്കര ഇട്ടുള്ള കൂട്ടാനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്, പച്ചടി അങ്ങനെയുള്ളത്. ശങ്കരി, നമുക്ക് ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഇന്ന് ഞാനും ശങ്കരിയും കൂടി ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയാണ്. ഇവിടെ അമ്മ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് ഒരു മാമ്പഴമുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയതുണ്ട്, പിന്നെ ഒരു ഇത്തിരി കടുകുണ്ട്, പിന്നെ 2 മുളകും കുറച്ച് കരിവേപ്പിലയും, പിന്നെ സ്വല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു ബൗള് തൈരും. എന്നാൽ നമുക്ക് ഉണ്ടാക്കാം. മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മാമ്പഴവും പച്ചമുളക് 2 പച്ചമുളകും എടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിക്കണം. അത് തിള വരുമ്പോഴത്തേക്ക് ഈ തേങ്ങായും സ്വല്പം ജീരകവും ചേർത്ത് അരയ്ക്കുക. നന്നായി അരിഞ്ഞ തേങ്ങ തിളച്ചു വരുന്ന മാമ്പഴത്തിലേക്ക് നമുക്ക് ചേർക്കാം. അരപ്പെല്ലാം ചേർത്തതിന് ശേഷം തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ച് തിളയ്ക്കാൻ നിൽക്കരുത്, അതിന് മുമ്പ് ഓഫ് ചെയ്യണം. ചൂടാകുകയാകാവൂ തൈര് തിളയ്ക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് ഒരു ചീനച്ചട്ടിയിലോട്ട് ശകലം എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് താളിച്ചതിന് ശേഷം അത് ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക. കടുക് താളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പൂടെ ചേർത്ത് നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി റെഡി.